എങ്ങോട്ടാ പോകുന്നത് കിച്ചുകുട്ടാ? ബ്ലാക്ക് പൂൾ. നമ്മളിന്ന് ന്യൂ ഇയർ ആയിട്ട് ബ്ലാക്ക് പൂളില് അടിച്ചു പൊളിക്കാൻ പോവാണോ? അവിടെ ചെന്നിട്ട് എന്താ പരിപാടി? ആ കൊറേ സാധനങ്ങൾ ഉണ്ടല്ലേ, എല്ലാം കളിക്കാം നമുക്ക് അവിടെ പോയിട്ട്. കളിച്ചിട്ട് നമ്മള് വീട്ടിൽ പോവല്ലേ തിരിച്ചാ? ആ ശരി. ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയാ കിച്ചു? മഴയുണ്ടോ? ഇല്ലേ. വെയിലാണോ പുറത്ത്? വെയിലും മൂടലും എല്ലാം കൂടെ കൂടിയ ഒരു കാലാവസ്ഥയാ പുറത്ത് അല്ലേ? ആ അപ്പൊ നമ്മള് പറ, എന്നാ നമ്മള് പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ? കാർമേഘമൊക്കെ ഉണ്ട്, അത് കാരണം മഴയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ചെറിയൊരു വെയിലും ഉണ്ട്. ആ മോഹൻലാൽ നമ്മള് കണ്ട ഫിലിം ഇവിടെ വെച്ചാണ് കണ്ടത്. ദിസ് ഈസ് ഒഡിയോൺ തിയേറ്റർ ആണത്. അതെ, നമ്മള് ആ വഴിയാണ് പോണത്. നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര വെയിലും മഴയും കൂടെ കൂടിയ ഒരു ക്ലൈമറ്റ് ആണ് അല്ലേ? എപ്പോ വേണേലും മഴ പെയ്യാം. എന്നാ കപ്പല് കണ്ടോ കിച്ചു? ഇത് ബറോസിന്റെ കപ്പലാണോ ഇനി? അല്ലേ? മഴയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടുണ്ട്. ബ്ലാക്ക് പൂളിൽ എത്തിയപ്പോൾ നമ്മളോർത്ത് ഭയങ്കര മഴയായിരിക്കും കാലാവസ്ഥ എന്ന്, പക്ഷെ മഴയൊന്നും ഇല്ല. ബ്ലാക്ക് പൂളിൽ പൊതുവേ നല്ല തണുത്ത കാലാവസ്ഥയാണ് എപ്പോഴും. പിന്നെ എപ്പോൾ ചെന്നാലും നമുക്ക് ഇങ്ങനത്തെ കുറേ വഴിയോരത്ത് ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലായിട്ടും. പിന്നെ അന്ന് ഞങ്ങൾ പോയ ന്യൂ ഇയറിൻ്റെ ടൈം ആയത് കാരണം കുറേ റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കയറണമെന്ന് വിചാരിച്ച് പോയതൊക്കെ തന്നെയാണ്. പക്ഷേ കിച്ചുവിന് അവിടെ ചെന്നപ്പോൾ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവൻ ഞങ്ങളെയും കയറ്റാൻ സമ്മതിച്ചില്ല, അവനും കയറിയില്ല. അതുകൊണ്ട് നമ്മൾ റൈഡ്സ് എല്ലാം അവിടെ പോയി നിന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. കുറേ പുതിയ റൈഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറേ സ്വീറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്, നല്ല കളർഫുള്ളാണ്, എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടുത്തെ റൈഡ്സ്, ബൾബും ഡെക്കറേഷൻസ് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പ്രമാണിച്ച് അവിടെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സും എല്ലാം ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു അവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ പുറത്താണെങ്കിലും നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. മഴയില്ലാത്തത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് ഈ റൈഡ്സ് എല്ലാം ഓണായിരുന്നു. ഇല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ അവർ അത് എല്ലാം നിർത്തി ഇടും, അത് നമുക്കത് കാണാൻ പറ്റത്തില്ല. കിച്ചുകുട്ടന് അവിടെ ഓരോ കടയുടെയൊക്കെ മുന്നിൽ ചെന്ന് ഭയങ്കര വഴക്കായിരുന്നു. ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ പപ്പീസൊക്കെ കാണാൻ വേണ്ടി. പക്ഷേ അതൊന്നും വാങ്ങിയില്ല. നമ്മൾ ഓരോ കാര്യം പറഞ്ഞിട്ട് പിന്നെ കിച്ചുവിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക ചെയ്യുന്നത്.
തണുപ്പാണെങ്കിലും ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ നമുക്ക് തോന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ. കിച്ചുകുട്ടൻ നല്ല വഴക്കായിരുന്നു ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മളൊരു ഡോണട്ടും ഒരു ഐസ്ക്രീമും വാങ്ങി. ഡോണട്ടൊക്കെ അവിടെ ഫ്രഷ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല ചൂടായിട്ട് നമുക്ക് കിട്ടും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കിച്ചുകുട്ടൻ്റെ ഐസ്ക്രീമും ഞങ്ങൾ ഡോണട്ടും ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറേ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കിച്ചുകുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബോൾ എറിയുന്ന ഗെയിംസ്, അങ്ങനത്തെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഗെയിമുകളൊക്കെ ഞങ്ങൾ കളിച്ചു അവിടെ ചെന്നിട്ട്. എന്ത് ഗെയിമാ ഇതാ?
നമ്മള് അച്ഛൻ കടയിൽ കയറാൻ പോയി. നമ്മള് വന്നിട്ട് ഭയങ്കരമായിട്ട് മടുത്തു. കിച്ചുക്കുട്ടൻ ഭയങ്കര ടയർഡായി. കിച്ചുക്കുട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് കിച്ചുക്കുട്ടൻ മാറാത്തത്. അല്ല കിച്ചുക്കുട്ട, എല്ലാവരും വന്ന് പറയാത്തത്. വീട്ടിൽ പോവല്ലേ? വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മള് ഇനി കുക്ക് ചെയ്യാൻ പോവാണ്. പിസ്സ അല്ല, ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. കിച്ചുക്കുട്ടൻ മടുത്ത് ഭയങ്കര വഴക്കുമായിരുന്നു കിച്ചുക്കുട്ടന്. കിച്ചുട്ടന്റെ മൂടില്ല. കിച്ചുട്ടൻ അതുകൊണ്ട് ആരോടും ബായ് പറയണില്ലെന്നാ കേട്ടോ പറയുന്നേ. കിച്ചുട്ടൻ ബായ് പറയുന്നുണ്ടോ? ചിക്കൻ കഴിക്കാൻ പോവാ. നമ്മള് വീട്ടിൽ വന്നു ഡ്രസ് മാറി. ഇനി നമ്മള് ബിരിയാണി കഴിക്കാൻ പോവാ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ചെയ്യാൻ പോവാനേ. ചിക്കൻ ഫ്രൈ ദോശ കഴിക്കാൻ പോവാണേ. ബായോ. കിച്ചുകൂട്ടന് സിനിമ കാണാൻ പോവാണോ? അതെ. രാത്രി 10:11 മണിയായി. ഇനി ധീരവ് കിച്ചു സിനിമ കണ്ടിട്ടാ കിടക്കുന്നുള്ളത്. ഈശ്വര. അപ്പൊ ശരി, നമുക്ക് ഇവരോടൊരു ബായ് പറഞ്ഞേക്കാം.